നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ശ്രീദേവി ഗോമതിയോട് പറഞ്ഞു, അമ്മേ, ബാലച്ചന്റെ മുറിയിൽ അച്ഛനെ കിടത്തേണ്ട കാര്യമൊന്നുമില്ല, അല്ലെങ്കിലും ബാലച്ചന്റെ മുറിയിൽ അങ്ങനെ കയറ്റിക്കിടന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലോ എന്ന് പറഞ്ഞു. ബാലച്ചൻ അറിഞ്ഞ എന്ത് വിചാരിക്കും? ഒരു കാര്യം ചെയ്തോട്ടെ, എന്റെ മുറിയിൽ എങ്ങനെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനും മീനി ചേച്ചിയും കൂടെ മീനി ചേച്ചിയുടെ മുറിയിൽ കിടന്നോളാം, ഞങ്ങളുടെ മുറിയിൽ അപ്പച്ചിയൊക്കെ കിടന്നോളാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗോമതി ഒരു കാര്യം ചെയ്യാം, ഞാനും അനു ശ്രീദേവിയും കൂടെ മിത്രയുടെ മുറിയിൽ കിടന്നോളാന്ന് പറഞ്ഞു. ശരിയാ, അതൊരു നല്ല കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീദേവിയുടെ മുറിയിൽ ഉദയഭാനുവിന് കിടക്കാലോ. അങ്ങനെ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി. ആ സമയത്ത് ധർമ്മന് തനിക്ക് കിട്ടിയ നാടൻ വാറ്റൊക്കെയായിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആകാശും ആര്യനും എന്തുണ്ടായിരുന്നു, അവരൊരു കുപ്പിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകഴിഞ്ഞപ്പോ ധർമ്മം ചോദിച്ചു, ഇതെവിടുന്നാ? ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ തുടങ്ങിയോന്ന് ചോദിച്ചു. ഇല്ല മാം വരാതെ ഞങ്ങൾ തുടങ്ങുവാ. ഇതിവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞ് ഞങ്ങൾ വാങ്ങിപ്പിച്ചാന്ന് പറഞ്ഞു. എടാ, ഇതൊക്കെ എന്ത്? അതെന്താ മാമ അങ്ങനെ ചോദിച്ചേ? ഇതൊക്കെ ഞങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞു. മാറ്റി വെക്കാനോ? എങ്ങോട്ട്? എന്റെ മാമ, ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, പിന്നെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അച്ഛനറിയാതെ ഒരെണ്ണം മേടിച്ച് കഴിക്കാൻ വിടുന്ന പാട് ഞങ്ങൾക്കും അറിയുള്ളൂ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എടാ, ഇതൊക്കെ ഒന്നും അല്ല, നല്ല നാടൻ വാറ്റ് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും? നാടൻ വാറ്റോ? എവിടുന്ന്? അതൊക്കെ ഉണ്ട്, നല്ല കശുമാങ്ങയിട്ട വാറ്റിയ സാധനമാന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കണ്ണടച്ചേന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ കണ്ണടച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ അങ്ങെടുത്ത് വെക്കുവാണ്. അപ്പോൾ ഒരു പകുതിയോളം ഉണ്ട് ഒരു കുപ്പിക്കകത്ത്. കാരണം കുപ്പിക്കകത്ത് വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അതിനകത്തേക്ക് ബാലൻ്റെ അടുത്തുനിന്ന് ഊറ്റിക്കൊണ്ട് വന്നാണ് ധർമ്മന്. അവർ കണ്ണ് തുറന്നു വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയും വെള്ളം ഇരിക്കുന്നു. ഇതെന്താ മാമ? ഇതാണ് നാടൻ വാറ്റ. ഒന്ന് പോ മാമ, വെള്ളം എടുത്തോണ്ട് വന്നിട്ട് മാമൻ വാറ്റാന്ന് പറയുന്നു. മാമൻ അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എടാ, സംശയം ഉണ്ടോ? നീ ഒക്കെ ഒന്ന് മണത്ത് നോക്കാൻ പറഞ്ഞു. ആരൻ്റെ അടുത്ത് മണത്ത് നോക്കി. കൊള്ളാലോ, വാറ്റ് തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ആരും ആകാശവും ഒക്കെ സന്തോഷം സഹിക്കാൻ പറ്റിയില്ല. അല്ല മാമൻ ഇത് എവിടെന്നാ കിട്ടിയെന്ന് ചോദിച്ചു. എടാ, അതൊക്കെ കിട്ടി. എങ്ങനെ? ആധാറിന്റെ രൂപത്തിൽ വന്നു പറഞ്ഞു. ആധാറിന്റെ രൂപത്തിലോ? ആ റൂം പോയി കൊണ്ടുവന്ന് ആധാർ തന്നില്ലേ, ഞാൻ അത് അളിയന്റെ മുറിയിൽ കൊണ്ടു വെക്കാൻ പോയില്ലേ. അളിയൻ രാവിലെ തൊട്ടൊരു ഭാഗം കെട്ടിപ്പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ, നിലത്ത് പോലും വെക്കാതെ. എന്നിട്ടോ ആ ബാഗിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു പറഞ്ഞു. അച്ഛന്റെ ബാഗിനകത്തോ? മാമൻ എന്ത് വർത്താനം മാമൻ പറയണേ എന്ന് ആരും ചോദിച്ചു. അളിയനെ കുറിച്ച് നിൽക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ. ആരും അറിയാതെ നൈസായിട്ട് അടിയിക്കാനായിരുന്നു അളിയന്റെ ഭാവം. പക്ഷേ ഞാനിത് കയ്യോടെ പൊക്കി കുറെ ഇങ്ങോട്ട് ഊറ്റിയിട്ട് അതിനകത്ത് ബാക്കി വെള്ളം ഒഴിച്ചു വെച്ചെന്ന് പറഞ്ഞു. മാമനാണ് ഞങ്ങളുടെ മാമനെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം അതിനൊക്കെ കെട്ടിപ്പിടിക്കണം. ഒഴിക്കും മാമാന്ന് പറഞ്ഞു. അങ്ങനെ അവര് ആഘോഷിക്കുകയാണ്. ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്തു? കുടിയെല്ലാം കഴിഞ്ഞു വന്നിട്ട് ബാഗ് തുറന്ന് അതിൻ്റെ അകത്തുനിന്ന് കുപ്പിയെടുത്തു. ആ പിള്ളേരെ കാണിക്കാതെ ഇവിടം വരെ കൊണ്ടുവരാൻ പെട്ട പാട്. നല്ല സാധനം എന്നാ പറഞ്ഞ് ഇത്തിരി അടിച്ചു നോക്കിയാലോ എന്നൊക്കെ കരുതിയിട്ട് ഗ്ലാസ്സിനകത്തേക്ക് ഊറ്റിയിട്ട് അടിച്ചു നോക്കുവാണ്. വലിയ ഇതൊന്നും തോന്നില്ലല്ലോ. അയാൾ പറഞ്ഞ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നാ പറഞ്ഞത്. പക്ഷെ അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചേക്കാന്നുള്ള കാര്യം, പകുതി വെള്ളം എന്നുള്ള കാര്യം ഈ പറയുന്ന ബാലിന് അറിയണ്ടായിരുന്നില്ലല്ലോ. ബാലിനോർത്ത് ഒന്നുകൂടെ അടിച്ചേക്കാം എന്ന് കരുതിയിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് അടിക്കുവാണ്. ഈ സമയം ധർമ്മനൊക്കെ മദ്യപിച്ച് തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ധർമ്മം പറഞ്ഞു, എടാ, ഇങ്ങനൊരു അവസരം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാണെന്ന് വെച്ചു. ആനന്ദ് പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ അച്ഛനാണ് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയിട്ട് തന്നെ. പാവം എൻ്റെ അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്തേ. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അത് ശരിയാ, ആനന്ദേണ്ട സന്തോഷത്തിന് വേണ്ട അച്ഛൻ ചെയ്തേ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാ, എൻ്റെ അളിയനൊരു പാവാന്ന് പറഞ്ഞു. ആകാശൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ ഇപ്പൊ കാണണം, എൻ്റെ അച്ഛനെ കണ്ടെനിക്ക് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു. മദ്യം തലയ്ക്ക് പിടിച്ചിരിക്കുകയല്ലേ. ധർമ്മം പറഞ്ഞു, എനിക്കും എൻ്റെ അളിയനെ കാണണം. എനിക്കും എൻ്റെ അളിയനെ കാണാൻ തോന്നുന്നുണ്ട്. ആര്യം പറഞ്ഞു, അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? മദ്യപിച്ച് ലക്കിട്ട് മുറിയിലേക്ക് എന്നിട്ടുണ്ടെങ്കിലോ? ആകാശ് പറഞ്ഞു, അത് ശരിയാ, പോവണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആനന്ദ് സമ്മതിച്ചില്ല. എനിക്ക് എൻ്റെ അളിയനെ കണ്ടേ മതിയാവുള്ളൂ. ധർമ്മം പറഞ്ഞു, എങ്കിൽ പാടാ, നമുക്ക് പോകാം, അളിയൻ്റെ അടുത്ത് പോയിച്ചിട്ട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് നേരെ ബാലന്റെ മുറിയുടെ മുന്നിൽ പോയി കഥയെ മുട്ടുവാണ്. ഈ സമയത്ത് അകത്ത് ബാലനടിച്ച് പിമ്പിരിയായിട്ടിരിക്കുക. ബാലനടിച്ച് ബാലന്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, വാ, ആരാ കയറി വാ എന്നൊക്കെ പറയുവാണ്. പിന്നീട് ആനന്ദ് ധർമ്മനും കൂടെ മുറിയിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലനടിച്ച് പിമ്പിരിയായിട്ടിരിക്കുവാണല്ലോ. ആ സമയം ധർമ്മം പറഞ്ഞു, എന്നാലും എൻ്റെ അളിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്താടാ ധർമ്മ? അളിയ, എൻ്റെ പൊന്നളിയാന്നൊക്കെ പറഞ്ഞ് പോയി കെട്ടിപ്പിടിക്കുകയാണ്. അളിയൻ എനിക്ക് വേണ്ടി ത്യാഗം ചെയ്യണ്ടായിരുന്നു പറഞ്ഞു. ത്യാഗോ? അളിയൻ എനിക്ക് വേണ്ടി ഇന്ന് എന്തൊക്കെ വാങ്ങിച്ചെന്നു.
കൊഞ്ച് ഫ്രൈ, കണവ ഫ്രൈ എന്ന് വേണ്ട എല്ലാം മേടിച്ചു തന്നു. കരിമീൻ പൊള്ളിച്ചത്. പക്ഷേ ഞണ്ട് വാങ്ങിച്ചു തന്നിട്ട് അളിയൻ മാത്രം ഞണ്ട് കൂട്ടിയില്ല എന്ന് പറഞ്ഞു. എടാ അതെനിക്ക് പിന്നെ അലർജി ഉള്ളതുകൊണ്ടാ, അതുകൊണ്ടൊന്നും അല്ല. ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കൂട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാ അളിയൻ അത് കൂട്ടാതിരുന്ന. ശരിയല്ലേ എന്ന് ചോദിച്ചു. എടാ അങ്ങനെയല്ല, എനിക്കറിയാം അളിയൻ കഴിക്കാതിരുന്നതിന് കാരണം എന്താന്ന്. എനിക്ക് അതിഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ടാ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അളിയൻ്റെ ഈ സ്നേഹം ഉണ്ടല്ലോ, എൻ്റെ ഞണ്ടളിയാ, ഞാൻ ഞണ്ടളിയനെ ഒരു ഞണ്ടുമ്പ തന്നോട്ടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ബാലൻ പറഞ്ഞു, എടാ നീ തന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, ദേ മാമൻ മാത്രമല്ല എനിക്കും കൊടുക്കണമെന്ന് പറഞ്ഞു. ധർമ്മനെ കെട്ടിപ്പിടിച്ച് ബാലിന് ഉമ്മ വെക്കണം. അപ്പോഴേക്കും ആനന്ദ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഉമ്മ വെക്കണം, എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ആര്യനും ആകാശം കൂടെ അങ്ങോട്ട് വരുന്നേ. ആര്യനും ആകാശം കൂടെ വന്നു കഴിഞ്ഞിട്ട് ആകാശം വന്നിട്ട് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കച്ചാ എന്ന് പറഞ്ഞു. എന്താടാ മോനെ? അയ്യോ അച്ഛൻ എന്നെ മോനെന്ന് വിളിക്കരുത്, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛാ ഞാൻ അച്ഛനെ എതിർത്തിട്ട് കോമതി സ്റ്റോഴ്സിന് ബദലായിട്ട് വേറൊരു മാർക്കറ്റ് തുടങ്ങാൻ ശ്രമിച്ചു. എന്നോട് പൊറുക്കച്ച, എൻ്റെ അഹങ്കാരം എല്ലാത്തിനും കാരണം അല്ലേ മാമ? ശരിയല്ലേന്ന് ചോദിച്ചു ധർമ്മൻ്റെ അടുത്തേക്കുന്നു. അതേടാ അതെ മാമ, എന്നെ തല്ലണ്ടേ, തല്ലി കൊല്ലണ്ടേ, ഞാൻ അച്ഛനായിട്ട് നിന്നില്ലേ, എനിക്ക് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആര്യം പറഞ്ഞു, എനിക്കും വേണമെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമല്ലേ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഓരോരുത്തരായിട്ട് ഒന്ന് ഉമ്മ വെക്കുക. ആദ്യം എൻ്റെ മൂത്ത മോൻ എന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മം ഒന്ന് ഉമ്മ വെച്ചു. പിന്നീട് ആനന്ദ്, അങ്ങനെ ഓരോരുത്തരായിട്ട് ഉമ്മ വെക്കുവാണ്. ഈ സമയം ധർമ്മം പറഞ്ഞു, എന്നാലും അവന് എൻ്റെ അളിയനെ അപ്പൂപ്പാന്ന് വിളിച്ചില്ലേ, അതെനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല, നമുക്കത് ചോദിക്കണ്ടെന്ന് ചോദിച്ചു. മദ്യപിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഉള്ളിലുള്ളതെല്ലാം പുറത്തു വരിക. ആരും പറഞ്ഞു, ചോദിക്കണം. ആകാശ് പറഞ്ഞു, അപ്പം നമുക്കൊരു പ്രതിവിധി കണ്ടാലോ? എന്ത്? ഈ നരച്ച താടിയും മുടിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അച്ഛനെ അപ്പൂപ്പാന്ന് വിളിച്ചേ, നമുക്കിതെല്ലാം കൂടെ കറപ്പിച്ചാലോ എന്ന് ചോദിച്ചു. കറപ്പിക്കാനോ? വേണ്ട, അതൊന്നും വേണ്ടാന്ന് ബാലൻ പറഞ്ഞു. വേണം, കറപ്പിക്കണം. എടാ കറപ്പിക്കണം, ഡൈ വേണ്ടേന്ന് ആനന്ദ് ചോദിച്ചു. വേണം. ഈ പാതിരാത്രിക്ക് എവിടെ നിന്നാ ഡൈ കിട്ടുന്നേ? അതൊക്കെ നമുക്ക് ഒപ്പിക്കാം, ഏതെങ്കിലും കട കുത്തി തുറന്നാണെങ്കിലും ഡൈ കൊണ്ടുവരാന്ന് പറഞ്ഞു. ധർമ്മം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡൈ ഞാൻ കൊണ്ടുവരും, നല്ല സൂപ്പർ ഡൈ ഇപ്പം തന്നെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. എവിടുന്ന്? അതൊന്നും നിങ്ങൾ അറിയണ്ട, കൊണ്ടുവന്നാ പോരെ, നമുക്ക് അളിയനെ ഒന്ന് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഉദയഭാനു മുറിയിൽ നിന്ന് എഴുന്നേക്കുവാണ്. കാരണം ബാലിന്റെ മുറിയിലേക്ക് ചെല്ലണം, അവിടെ പോയി മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യണം എന്നൊരു ചിന്തയായിരുന്നു. എങ്ങനെയെങ്കിലും അത് തട്ടിയെടുത്തല്ലേ മതിയാവുള്ളൂ. അങ്ങനെ ബാലന്റെ മുറി ലക്ഷ്യമാക്കി നീങ്ങുവാണ്. ഈ സമയം ധർമ്മം തന്നെ മുറിയിലേക്ക് വന്നു. അവിടെയെല്ലാം അങ്ങനെ മൊത്തം ഇങ്ങനെ ഗ്ലാസും കുപ്പിയെല്ലാം നിരന്ന് കിടക്കുവാണ്. കാരണം മദ്യപിച്ചിട്ട് ഇട്ടേക്കുന്ന ഗ്ലാസും ബോട്ടിലും എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ ആരാ കൊണ്ടുപോയിട്ടെ? അല്ല താൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഡൈ എടുക്കാനായിട്ട് മറന്നുപോയി. അങ്ങനെ ഡൈ ആ ടേബിളിലൊക്കെ തപ്പുവാണ്. അല്ല ഇവിടെ എവിടെയാ ഡൈ ഇരിക്കുന്നത്? അത് ശരിയാണല്ലോ. പിന്നീട് ധർമ്മം പോയി തൻ്റെ പെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ തുറന്നു നോക്കുവാണ്. അതിൻ്റെ ഡ്രസ്സ് മൊത്തം വലിച്ചു വാലിയിട്ടു. ഇവിടെയൊന്നും ഡൈ ഇല്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് സുകന്യയുടെ മേക്കപ്പ് ബോക്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പം സുകന്യ മേക്കപ്പ് ബോക്സ് സുകന്യ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് കരുതിയിട്ട് ധർമ്മൻ്റെ പെട്ടിക്കകത്തെടുത്ത് വെച്ചായിരുന്നു. പക്ഷേ എങ്കിൽ സുകന്യ വരുന്നില്ലെന്നുള്ള കാര്യം പിന്നെയാണ് സുകന്യ അറിയുന്നത്. അപ്പം പെട്ടിക്കകത്തുനിന്ന് ആ മേക്കപ്പ് ബോക്സ് മാറ്റാൻ മറന്നു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബോക്സ് തുറന്നു. ഇത് അവളുടെ മേക്കപ്പ് ബോക്സ് അല്ലേ, ഇത് വെച്ച് ഇന്ന് അളിയനെ ഒരു സുന്ദര കുട്ടപ്പനാക്കി മാറ്റും. അത് തുറന്നിട്ട് അതിനകത്തുനിന്ന് ഐലൈനറും കൺമഷിയൊക്കെ എടുക്കണം. ഇത് മതി, അത്യാവശ്യം ഡൈ ചെയ്യാൻ ഇത് മതി. പിന്നീട് അതുമായിട്ട് നേരെ മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് ഉദയഭാനു ബാലിൻ്റെ മുറിയിടം കൂടി ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു പൂച്ച കരഞ്ഞു. ഉദയഭാനു ഞെട്ടിപ്പോയി. പൂച്ചയ്ക്ക് പോലും താൻ നന്നാവുന്ന ഇഷ്ടമില്ലാന്ന് തോന്നേ, അതുകൊണ്ടല്ലേ ഇപ്പൊ പൂച്ച വന്നേന്നൊക്കെ ഓർത്തോണ്ട് പൂച്ചയോട് ഉദയഭാനു ദേഷ്യപ്പെടുവാണ്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അകത്ത് കിടക്കണം എന്നൊരു ചിന്തയായിരുന്നു ഉദയഭാനുവിന്റെ മനസ്സിൽ. ആ സമയത്ത് ധർമ്മൻ ഐലൈനറും കൺമിഷിയായിട്ട് വന്നിട്ട് ബാലിനെ ഒരുക്കാൻ തുടങ്ങുകയാണ്. അളിയൻ ഇവിടെ ഇരിക്കുക, അളിയനെ ഇപ്പൊ സെറ്റാക്കി തരാം, കണ്ടു, അളിയൻ ഇപ്പൊ നല്ല ചുള്ളനാക്കി തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഐലൈനറൊക്കെ വെച്ച് താടിയിലും അതുപോലെ തലമുടിയിലും ഒക്കെ തേക്കാൻ തുടങ്ങുകയാണ്. കൺമിഷിയൊക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചെറുപ്പക്കാരനാക്കണം. ഡൈ അടിച്ച് ആനന്ദിനോട് പറഞ്ഞു, എടാ വീഡിയോ പിടിക്കാൻ പറഞ്ഞു. ആനന്ദ് വീഡിയോ പിടിച്ചു. ആര്യനും ആകാശും എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ അത് മുഴുവനത്തോടെ തലയിലും താടിയിലും ഒക്കെ തേക്കുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.